അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പാത്തൂസ് ടേസ്റ്റി കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കടല കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് വൈകുന്നേരത്തെ ചായക്ക് കഴിക്കാൻ പറ്റിയ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു പോള റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. കൂടുതൽ ചേരുവകളൊന്നുമില്ല, നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യം നമുക്ക് കടല പൊതിരാൻ വെക്കാം. അരക്കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഒരു 3-4 മണിക്കൂർ ഒന്ന് നന്നായിട്ട് പൊതിരാൻ വെക്കണം. കടല നന്നായിട്ട് പൊതിർന്നതിന് ശേഷം ഇതിൻ്റെ തൊലി കളഞ്ഞ് വേണമെങ്കിലും തയ്യാറാക്കാം. ഞാനിവിടെ തൊലി കളയാതെയാണ് തയ്യാറാക്കുന്നത്. ഇപ്പം 4 മണിക്കൂർ കഴിഞ്ഞു, കടല നന്നായിട്ട് പൊതിർന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം. 1/4 കപ്പ് പാല്, ആവശ്യത്തിനുള്ള പഞ്ചസാര, ഒരു 3-4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഇതിന് പകരം നിങ്ങൾക്ക് ഏലക്കാപ്പൊടിയും ഉപയോഗിക്കാം. അതുപോലെ ഒരു നുള്ളു ഉപ്പും ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. കുക്കറിലാണ് ഈ പോള തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത്. അടുപ്പ് ഓൺ ചെയ്തിട്ട് ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം എല്ലാ ഭാഗത്തും ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് മൂടി വെച്ച് ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. കുക്കറിൻ്റെ വിസിലിടേണ്ട ആവശ്യമില്ല. ഇനി ഇത് വിസിലിടാതെ ഒരു 20 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു കത്തി വെച്ചോ ഫോർക്ക് വെച്ചിട്ടോ ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ ക്ലീൻ ആയിട്ടുണ്ടെങ്കിൽ വെന്തിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ വേവിച്ചെടുത്താൽ മതി. ഇത് നന്നായിട്ട് ആറിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പോളയാണിത്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം. അതിനുശേഷം കമൻറ്റ്സ് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.